അഭിമന്യു കേസിൽ കാണാതായ രേഖകളുടെ പകർപ്പ് പരിശോധിക്കാൻ പ്രതിഭാഗത്തിന് അനുമതി ലഭിച്ചു. പ്രോസിക്യൂഷന്റെ പകർപ്പ് പ്രതിഭാഗത്തിന്റെ കയ്യിലുള്ള രേഖകളുമായി ഒത്തുനോക്കാനാണ് അനുമതി. എറണാകുളം ജില്ലാ കോടതിയാണ് നിർദ്ദേശം നൽകിയത്. മാർച്ച് 30-ന് ഉച്ചയ്ക്ക് 2:30 വരെ ഇതിനായി സമയം അനുവദിച്ചു. കുറ്റപത്രം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം അഭിമന്യു കേസിലെ സുപ്രധാന രേഖകളാണ് സെഷൻസ് കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ നിന്ന് കാണാതായത്. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ഏറെ വിവാദമുണ്ടായ സംഭവമായിരുന്നു അഭിമന്യു കൊലക്കേസിലെ നിർണായക രേഖകൾ കോടതി കസ്റ്റഡിയിൽ നിന്നും കാണാതായി എന്നുള്ളത്. ഇപ്പോൾ എന്തായാലും പുനർസൃഷ്ടിച്ച രേഖകൾ പ്രതിഭാഗത്തിന് പരിശോധിക്കാനുള്ള അനുമതിയാണ് കോടതി നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങൾ. രോഹിണി, ഈ പുനഃസൃഷ്ടിച്ച രേഖകളിൽ നേരത്തെ പ്രതിഭാഗം ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 18-ാം തീയതിയാണ് പ്രോസിക്യൂഷൻ പുനഃസൃഷ്ടിച്ച രേഖകൾ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് കൈമാറിയത്. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നായിരുന്നു ഈ രേഖകൾ, അഭിമന്യു കേസുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള ഒപ്പം തന്നെ മൊഴികൾ, പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി രേഖപ്പെടുത്തിയ മൊഴികൾ, ഒപ്പം ആശുപത്രിയിൽ അഭിമന്യുവിനെ ആദ്യം കുത്തേറ്റ് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ മുറിവുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അടക്കം ശേഖരിച്ചുകൊണ്ടുള്ള ആശുപത്രി റിപ്പോർട്ട് എന്നിവയെല്ലാം തന്നെ കാണാതായിരുന്നു. തുടർന്ന് ഇത് പ്രോസിക്യൂഷന്റെ കൈവശമുണ്ടായിരുന്ന പകർപ്പുകൾ, ഒപ്പം തന്നെ പോലീസിന്റെ കൈവശമുള്ള പകർപ്പുകൾ, ആശുപത്രി അധികൃതരുടെ കൈവശമുള്ള പകർപ്പുകൾ എന്നിവയെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇത് പുനഃസൃഷ്ടിക്കുകയും ചെയ്തു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു. സ്വാഭാവികമായും അതിനെ എതിർക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രതിഭാഗം ഉയർത്തിയ കാര്യങ്ങളായിരുന്നു. തുടർന്നാണ് കോടതി ഒരു കാര്യം വ്യക്തമാക്കിയത്. കൈവശമുള്ള പകർപ്പുകളുമായി പ്രതിഭാഗത്തിന് ഇത് ഒത്തുനോക്കാമല്ലോ എന്ന് കഴിഞ്ഞ തവണത്തെ വാദത്തിനിടയിൽ തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് പ്രതിഭാഗത്തിന് പ്രോസിക്യൂഷന്റെ കൈവശമുള്ള പുനഃസൃഷ്ടിച്ച രേഖകൾ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുള്ള, കോടതിക്ക് മുന്നിൽ നൽകിയിട്ടുള്ള പകർപ്പുകൾ, നിലവിലുള്ള എല്ലാ രേഖകളുടെയും അതേപടിയുള്ള പകർപ്പുകൾ കോടതിക്ക് നൽകിയിട്ടുണ്ട്. പ്രതിഭാഗത്തിന് അവരുടെ കയ്യിലുള്ള കോപ്പികളുമായി ഇത് പരിശോധിക്കാമെന്ന് വ്യക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള അനുമതിയും സമയവുമാണ് ഇപ്പോൾ കോടതി നൽകിയിട്ടുള്ളത്. മാർച്ച് 30-ന് ഉച്ചയ്ക്ക് 2:30 വരെയാണ് പരിശോധിക്കാനുള്ള സമയം. ഈ പരിശോധിക്കുന്ന സമയത്ത് ശിരസ്താർ, അഭിഭാഷകർ, ഒപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പരിശോധന നടത്താനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. ഓരോ രേഖയും, അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണെങ്കിലും ഒപ്പം തന്നെ മൊഴികളാണെങ്കിലും എല്ലാം തന്നെ അതിൽ വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. സ്വാഭാവികമായും പ്രതിഭാഗത്തിന്റെ കയ്യിൽ ഇതിന്റെ എല്ലാം തന്നെ കോപ്പികൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അത്തരം കൃത്രിമം നടക്കില്ല എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രേഖകളുടെ പരിശോധിച്ചതിന് ശേഷം പ്രതിഭാഗം എതിർപ്പ് അറിയിക്കുന്നില്ലെങ്കിൽ തുടർ നടപടികളുമായി അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയും. നിയമ നടപടികളുമായി കോടതിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പ്രത്യേകിച്ച് വിചാരണ നടപടികളിലേക്ക് കടക്കേണ്ട ഘട്ടമായി. 2018 ജൂലൈ 2-നായിരുന്നു SFI നേതാവായ അഭിമന്യു കൊല്ലപ്പെടുന്നത്. അത് സെപ്റ്റംബറിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചു. എന്നാൽ കുറ്റപത്രം സമർപ്പിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും വിചാരണയിലേക്ക് കടന്നിരുന്നില്ല. കോടതിക്ക് മറ്റ് പല കേസുകളുടെ തിരക്കുകൾ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ഡിസംബറിൽ ഈ രേഖകൾ കാണാതായതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്, രേഖകൾ കാണാതായിട്ടുണ്ട് എന്ന കാര്യം ഹൈക്കോടതിയെ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അറിയിക്കുന്നതും തുടർന്ന് ഹൈക്കോടതി ഇതിന്റെ രേഖകൾ പുനഃസൃഷ്ടിക്കാൻ കഴിയുമോ, ഈ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന രേഖകൾ 11 രേഖകളുണ്ട്, അത് കോടതിയുടെ സേഫ് കസ്റ്റഡിയിലായിരുന്നു. കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ നിന്ന് നഷ്ടമായ ഈ എല്ലാ രേഖകളും പുനഃസൃഷ്ടിക്കാൻ കഴിയുമോ എന്ന കാര്യം ആരായുകയും അതനുസരിച്ച് പ്രോസിക്യൂഷന് നോട്ടീസ് നൽകുകയും ചെയ്തത്. തുടർന്നാണ് ഇതിന്റെ എല്ലാത്തിന്റെയും തന്നെ പുനഃസൃഷ്ടിച്ച രേഖകൾ കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ പരിശോധിക്കാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത്. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.